ബാമ അലറി വിളിച്ചു. വിനു ബാമയുടെ അടുത്തേക്ക് ഓടി. പുതപ്പ് കൊണ്ട് ശരീരം മൊത്തം മൂടി കണ്ണടച്ചിരുന്ന് അലറി വിളിക്കുന്ന ബാമയെ കണ്ട് അവൻ്റെ നെഞ്ചുപൊട്ടി. ബാമേ, എന്നെ ഒന്ന് നോക്ക്, ഇത് ഞാനാ, നിന്റെ വിനുവേട്ടൻ. പോ, എനിക്കാരെയും കാണണ്ട. അവൾ സമനില തെറ്റിയവളെ പോലെ പെരുമാറാൻ തുടങ്ങി. ഈശ്വര, ചതിച്ചോ? വിനു നെഞ്ചിൽ കൈവച്ചു പോയി. ഒരു നിമിഷം അവൻ കഴിഞ്ഞ രാത്രിയെ ശപിച്ചു. അവൻ ബാമിയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. അവൾ പുതപ്പ് വലിച്ചെറിഞ്ഞ് ഇറങ്ങി ഓടാൻ ശ്രമിച്ചു. വിനു അവളെ ബലമായി പിടിച്ചു വെച്ചു. പുതപ്പെടുത്ത് വീണ്ടും അവളുടെ നഗ്നമായ ശരീരത്തെ മറച്ചു. അവൾ അവളുടെ തലമുടിയിൽ കൊരുത്ത് വലിച്ചു. വേണ്ട, എന്നൊന്നും ചെയ്യല്ലേ, ഞാൻ സുജ ടീച്ചറിനോട് പറഞ്ഞു കൊടുക്കും. അവൾ അലറിക്കരഞ്ഞു. എന്നെ വിട്, എനിക്ക് പോവണം. വിനു ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഇവളത് എന്തൊക്കെയാ പറയുന്നത്? അമ്മേ, എന്നെ രക്ഷിക്കമ്മേ, അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു. അവൻ്റെ കയ്യിൽ നിന്നും കുതറി ഓടാൻ ശ്രമിച്ചു. ബാമേ, ഒന്ന് കണ്ണു തുറക്ക് പെണ്ണേ, ഇത് ഞാനാടി, ഒന്ന് കണ്ണു തുറക്കടി. അവൻ്റെ ഇരു കണ്ണുകളും നിറഞ്ഞൊഴുകി. അവളൊരു തളർച്ചയോടെ അവൻ്റെ ദേഹത്തേക്ക് ചാഞ്ഞു. ബോധം നശിച്ച് അവളെ അവൻ കട്ടിലേക്ക് കിടത്തി. കയ്യിൽ കെട്ടിയൊരു ഡ്രസ്സെടുത്ത് അവളെ ധരിപ്പിച്ചു. അവൻ അവളെയും എടുത്ത് താഴേക്കോടി. കാറിൻ്റെ ബാക്ക് ഡോറ് തുറന്ന് അവൻ അവളെ കിടത്തി. അവൻ കാറെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ഹോസ്പിറ്റലെത്തിയതും അവൻ അവളെയും എടുത്ത് അകത്തേക്ക് പാഞ്ഞു. എന്താ പറ്റിയത്? പെട്ടെന്നൊരു നേഴ്സ് അവനോട് ചോദിച്ചു. അറിയില്ല, പെട്ടെന്ന് ബോധം കെട്ട് വീണു. ആ കുട്ടിയെ ഇവിടെ കിടത്തു. നേഴ്സ് കാണിച്ച ബെഡിലേക്ക് അവൻ അവളെ കിടത്തി. നിങ്ങളിനി പുറത്തേക്ക് നിൽക്കൂ, ഡോക്ടറിനെ വിളിച്ചിട്ട് ഇപ്പോൾ വരാം. അവൻ ഡോറ് തുറന്ന് പുറത്തിറങ്ങി. പെട്ടെന്നൊരു ഡോക്ടർ അകത്തേക്ക് കയറിപ്പോയി. അവനാകെ വെപ്രാളം തോന്നി. ബാമയ്ക്ക് ഇനി എന്തെങ്കിലും പറ്റിയാലോ? അവൻ്റെ മനസ്സാകെ അസ്വസ്ഥമായി. അവന് വല്ലാത്ത പേടി തോന്നി. ഒന്നും വേണ്ടായിരുന്നു, അവൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ ആരെ വിളിക്കണമെന്ന് അറിയാത്തൊരവസ്ഥ. പെട്ടെന്ന് അവൻ അവൻ്റെ അച്ഛനെ വിളിച്ചു. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. മറുതലക്കൽ കേട്ട മറുപടി അവനെ ആകെ വീണ്ടും സങ്കടത്തിലാഴ്ത്തി. പെട്ടെന്ന് അവൻ വിഷ്ണുവിനെ വിളിച്ചു. വിഷ്ണു ഫോൺ എടുത്തതും അവൻ ഹോസ്പിറ്റലിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. പെട്ടെന്ന് ഡോറ് തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു. താൻ ആ കുട്ടിയുടെ ഹസ്ബൻഡാണ് സർ. ഓക്കെ, എന്താണ് സംഭവിച്ചത്? ഡോക്ടർ, ഇപ്പോൾ ബാമയ്ക്ക് എങ്ങനെയുണ്ട്? ഇടയ്ക്കെന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഒന്നും വ്യക്തമല്ല. പിന്നെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. നല്ല ഉറക്കത്തിലാണ്. ഇനി പറയൂ, എന്താ സംഭവിച്ചത്? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായി. ഇന്നലെയാണ് ഞങ്ങൾ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായത്. പക്ഷേ രാവിലെ എണീറ്റത് മുതൽ വയലൻ്റ് ആകാൻ തുടങ്ങി. അവൻ രാവിലെ നടന്ന കാര്യം ഡോക്ടറോട് പറഞ്ഞു. ഇതിനു മുൻപ് എന്തെങ്കിലും പ്രശ്നമുള്ളതായി അറിയുമോ? ഇല്ല ഡോക്ടർ. ഓക്കെ, താൻ ടെൻഷൻ ആകേണ്ട, നമുക്ക് നോക്കാം. ആ കുട്ടി ഒന്ന് ഉറങ്ങി എണീക്കട്ടെ. ശരി ഡോക്ടർ. ഡോക്ടർ പോയി കുറച്ച് കഴിഞ്ഞതും വിഷ്ണു അങ്ങോട്ട് വന്നു. ഡാളിയ, എന്താടാ പറ്റിയത്? ഇനി എന്ത് പറ്റാൻ, എല്ലാം പോയില്ലേ? നീ കാര്യം പറയടാ. വിനി വള്ളിപ്പുള്ളി തെറ്റാതെ വിഷ്ണുവിനോട് കാര്യം പറഞ്ഞു. പിന്നെ ഞാൻ ഡോക്ടറോട് പൊടിയുടെ കാര്യം പറഞ്ഞിട്ടില്ല. ഡാളിയ, ഞാനിങ്ങനെ വരുമെന്ന് കരുതിയില്ലടാ. നീ എന്നോട് ക്ഷമിക്കടാ. അവൻ വിനുവിൻ്റെ കാലിലേക്ക് വീണു. അവനൊന്നും മിണ്ടാതെ അവിടെ കണ്ട കസേരയിലിരുന്നു. വിഷ്ണു അവൻ്റെ അടുത്തായിരുന്നു. പെട്ടെന്ന് വിനുവിൻ്റെ ഫോൺ ബെല്ലടിച്ചു. അച്ഛൻ. അവൻ കോൾ എടുത്ത് ചെവിയോട് ചേർത്തു. ഹലോ. ഡാ മോനെ, നിങ്ങളിത് എവിടെയാ? വീട്ടിൽ വന്നപ്പോൾ വാതിലെല്ലാം തുറന്നു കിടക്കുന്നു. നിങ്ങളെയും കാണാനില്ല, അതുകൊണ്ട് വിളിച്ചതാ. അച്ഛാ, ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. ബാമ ഒന്ന് തലചുറ്റി വീണു. ടെൻഷനാകേണ്ട, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നല്ല ഉറക്കത്തിലാണ്. എന്ന് ഞങ്ങൾ അങ്ങോട്ട് വരാം മോനെ. അയാൾ ഫോൺ വെച്ചു. സുധയോടും ജയയോടും വിവരം പറഞ്ഞു. അയ്യോ, എൻ്റെ മോൾക്ക് എന്തു പറ്റി? സുധയും ജയയും നിലവിളിയായി. നിങ്ങളിങ്ങനെ കിടന്ന് നിലവിളിക്കാതെ വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. അവർ 3 പേരും ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. വിനുവിൻ്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. അവന് ഹോസ്പിറ്റൽ വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഇടയ്ക്ക് വിഷ്ണു വിളിക്കുമ്പോൾ അവനെ ഒന്ന് തുറിച്ചു നോക്കും. പിന്നെ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. മോനെ. പെട്ടെന്ന് സുധയും ജയയും വിനുവിൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു. അമ്മേ, പേടിക്കാനൊന്നുമില്ല. അവളിപ്പോൾ നല്ല ഉറക്കത്തിലാണ്. ഇപ്പോൾ ആരും അകത്തോട്ട് കയറണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. മോനെ, എന്താടാ പറ്റിയത്? ഞങ്ങൾ പോകുന്നത് വരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. അത് അച്ഛാ. വിനു ഒന്ന് തിരിഞ്ഞു വിഷ്ണുവിനെ തുറിച്ചു നോക്കി. പറയല്ല ഡാളിയ, അവൻ കണ്ണുകൊണ്ട് കാണിച്ചു. അത് രാവിലെ മുതൽ അവളെന്തോ പിച്ചുമ്പേയും പറയുമായിരുന്നു, എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ്.
എന്താണെന്ന് എനിക്കൊന്നും അറിയില്ല. ഇനി അവൾ ഉണർന്നാൽ മാത്രമേ അറിയാൻ കഴിയൂ. വിനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഏയ് ഒന്നുമില്ലടാ മോനെ, അവൾക്കൊന്നും വരില്ല. അയാൾ അവനെ ചേർത്ത് പിടിച്ചു. അവനൊരു താങ്ങായി തോന്നി. അവൻ സുധയുടെ അടുത്തേക്ക് ചെന്നു. ഞാനൊരു കാര്യം ചോദിച്ചാൽ അമ്മ എന്നോട് സത്യം പറയുമോ? എന്താ മോനെ? എനിക്കറിയാവുന്നതാണേൽ ഞാൻ പറയാം. ഭാമയുടെ ജീവിതത്തിൽ മുൻപെപ്പോഴെങ്കിലും എന്തെങ്കിലും പേടിപ്പെടുത്തുന്ന തരത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? എൻ്റെ കൂടെ മോൾ വന്നതിന് ശേഷമൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ മോളുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് എനിക്കറിയില്ല മോനെ. അതറിയണമെങ്കിൽ അവൾ വളർന്ന അനാഥാലയത്തിൽ പോയി അവളെ വളർത്തിയ അലീന എന്നൊരു സിസ്റ്ററുണ്ട്. അവരെ പോയി കണ്ടാൽ ചിലപ്പോൾ എന്തെങ്കിലും അറിയാൻ കഴിയും. അറിയണോ അമ്മേ? എന്നാലേ അവളുടെ മുന്നോട്ടുള്ള ജീവിതം എന്താകുമെന്ന് പറയാൻ കഴിയൂ. മോനെ, നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ജയ വിനുവിനോട് ചോദിച്ചു. എൻ്റെ അമ്മേ, ഞാൻ വെറുതെ പറഞ്ഞതാ. അവളുടെ കുട്ടിക്കാലത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നറിയണം, അതാ. പെട്ടെന്നൊരു ഡോക്ടർ അകത്തേക്ക് സ്പീഡിൽ കയറിപ്പോയി. പുറകെ 2-3 നേഴ്സും. അയ്യോ, എൻ്റെ മോൾക്ക് എന്തു പറ്റി? ഒന്ന് പറഞ്ഞിട്ട് പോ. സുധ ആകെ ഭയന്ന് വിളിച്ചു. ജയ സുധയെ പിടിച്ചു നിർത്തി. പെട്ടെന്നൊരു നേഴ്സ് ഡോറ് തുറന്ന് പുറത്തു വന്നു. ഭാമയുടെ ഭർത്താവിനെ അകത്തേക്ക് വിളിക്കുന്നു. വിനു നേഴ്സിനൊപ്പം അകത്തേക്ക് കയറി. അകത്തെ കാഴ്ച കണ്ട് വിനു ഞെട്ടി നിന്നുപോയി. സ്വന്തം തുണിയെല്ലാം വലിച്ചു കീറി, ആ മുറിയിലെ ബെഡിലെ മെത്തയെല്ലാം വലിച്ചു കീറി, അവിടുത്തെ സാധനങ്ങളെല്ലാം മറിച്ച് തറയിലിട്ട് ഒരു മൂലയിൽ ചുരുണ്ടുകൂടിയിരിക്കുമായിരുന്നു ഭാമ. ഭാമേ? വിനു ഓടി അവൾക്കടുത്തേക്ക് പോയി. അവളുടെ അവസ്ഥ കണ്ടവനാകെ തകർന്നു പോയി. അവനടുത്ത് ചെന്നതും അവൾ അലറി വിളിച്ചു. എനിക്ക് കാണണ്ട ആരെയും, പോ, ആരും വരണ്ട. വിനു ദയനീയമായി ഡോക്ടറെ നോക്കി. പുറത്തു നിൽക്കുന്നവരെ കൂടെ വിളിക്ക്, ഡോക്ടർ നഴ്സിനോട് പറഞ്ഞു. ആ നഴ്സ് ബാക്കിയുള്ളവരെ കൂടെ അകത്തേക്ക് വിളിച്ചു. ഭാമയുടെ അവസ്ഥ കണ്ട് എല്ലാവരും തകർന്നു പോയി. മോളെ, സുധ അവൾക്കടുത്തേക്ക് ചെന്നു. പോ, എന്നെ ഒന്നും ചെയ്യല്ലേ, എനിക്ക് പേടിയാ. ഭാമ ഇറങ്ങി ഓടാൻ ശ്രമിച്ചു. ഒരുവിധം നഴ്സുമാരെല്ലാം ചേർന്ന് അവളെ ബെഡിൽ കിടത്തി. പെട്ടെന്ന് ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. കുറച്ച് കഴിഞ്ഞതും അവൾ ഉറക്കത്തിലേക്ക് പോയി. അവളുടെ അവസ്ഥ കണ്ടു നിൽക്കാൻ വയ്യാതെ എല്ലാവരും പുറത്തിറങ്ങി. വിനു പതിയെ അവൾക്കടുത്തേക്ക് ചെന്നു. അവളുടെ അടുത്തിരുന്ന് തലമുടിയിൽ തലോടി, നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. അവൻ്റെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണുനീറിറ്റ് അവളുടെ നെറ്റിയിലേക്ക് വീണു. അവൻ എണീറ്റ് പുറത്തേക്ക് നടന്നു. ആരും വിളിച്ചിട്ട് നിൽക്കാതെ അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പുറകെ വിഷ്ണുവും പോയി. വിനു, ഒന്ന് നിൽക്കടാ, നീ ഇതെങ്ങോട്ടാ? നീ മിണ്ടരുത്, നീയാണ് ഇതെല്ലാം വരുത്തി വെച്ചത്. ശരി, ഞാനാണ് ഇതെല്ലാം ചെയ്തത്. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ. പക്ഷേ നാളൊരു സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരവസ്ഥ വന്നിരുന്നുവെങ്കിലോ? ഇതിപ്പോൾ ഞാനൊരു കാരണമായി ജീവിതകാലം മുഴുവൻ നിങ്ങൾ അകന്ന് കഴിയുമായിരുന്നു. പറയടാ, കഴിയുമായിരുന്നു. അത് എന്താ ഇപ്പോൾ ഒന്നും പറയാത്തേ? നീ വെറുതെ കാണാനാണോ കല്യാണം കഴിച്ചത്? നിങ്ങൾക്കും ഒരു കുടുംബവും കുട്ടികളും വേണ്ടേ? അതുടാ, അതൊക്കെ ഇനിയുള്ള കാര്യമല്ലേ. ഇപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് കൂടെയില്ല. ശരി, എന്നാൽ ഇനി നീ ചിന്തിക്ക്. അവളെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിനക്ക് കളയാൻ പറ്റുമോ? എന്തായാലും ഇത്രയുമായി. നമുക്ക് അവൾ വളർന്ന അനാഥാലയം വരെ ഒന്ന് പോകാം. അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കണ്ടുപിടിക്കാം. എന്താ, എന്നിട്ട് നമുക്ക് അവളെ ചികിത്സിക്കാം. ഞാനും വരാം നിൻ്റെ കൂടെ. നമുക്കൊന്ന് പോയി നോക്കാടാ. അവൾ നിൻ്റെ പെണ്ണായി തിരിച്ചു വരുമടാ. ഇനിയുള്ള കാലം അത്രയും നിങ്ങൾ സന്തോഷത്തോടെ കഴിയണം. വിനു വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അവൻ്റെ സങ്കടം തീരുന്നത് വരെ വിഷ്ണു അവനെ ചേർത്ത് പിടിച്ചു. സുധ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ വിനുവിൻ്റെ കാറ് പൊയ്ക്കൊണ്ടിരുന്നു. ഡാ, ഇത് തന്നെയാണ് വഴി? വിഷ്ണു സംശയം ചോദിച്ചു. ഈ വഴി സുധാമ പറഞ്ഞു തന്നത്. പിന്നെ ലൊക്കേഷൻ വെച്ചിട്ടില്ലേ? ഓ, നീ അതിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. എളുപ്പവഴി ഉണ്ടെങ്കിലും കറക്കി വഴി തെറ്റിച്ചേ വിടൂ. ഓ ആയിക്കോട്ടെ, ഞാനല്ലേ ഓടിക്കുന്നത്, അങ്ങ് സഹിച്ചു. ഇനി അഥവാ വഴി തെറ്റിയാലും നിന്നെ ഞാൻ എങ്ങനെയും വീട്ടിലെത്തിച്ചോളാം. എന്തേ? അതാണ് വേണ്ടതളിയ. വിനു കുറച്ചു നേരം കാർ ഓടിച്ചതിന് ശേഷം ഒരു സംശയം വന്നപ്പോൾ വണ്ടി ഒരു സൈഡിൽ നിർത്തി അവിടെ കണ്ട ഒരു പെട്ടിക്കടയിൽ കയറി ഒരാളോട് വഴി ചോദിച്ചു. എവിടുന്നാ മോനെ? ഞാൻ കുറച്ച് ദൂരേന്ന് ആച്ചാ. ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ വലത്തോട്ടൊരു റോഡ് കാണും. അതിനകത്തേക്ക് പോകുമ്പോൾ ഇടത് സൈഡിൽ തന്നെയാ മോനെ. ശരി അച്ഛാ, എന്ന് ഞാൻ അങ്ങോട്ട്. പോയി വാ മോനെ. വിനു അയാൾ പറഞ്ഞ വഴിയിലൂടെ പോയി. സ്നേഹതീരമെന്ന ബോർഡ് കണ്ട് കാർ ഒരു സൈഡിലേക്ക് ഒതുക്കി. 2 പേരും ഇറങ്ങി ഗേറ്റിൽ നിന്ന് സെക്യൂരിറ്റിയോട് കാര്യം പറഞ്ഞ് അകത്തു കയറി. അകത്തേക്ക് കയറിയപ്പോൾ അവർക്ക് അതിശയം തോന്നി. അവർക്കതൊരു അനാഥാലയം പോലെ തോന്നിയില്ല.
ഒരു സൈഡിൽ കുറേ പേർ നിന്ന് യോഗ ചെയ്യുന്നു. കുഞ്ഞുങ്ങൾ മുതൽ നല്ല പ്രായമുള്ളവർ വരെ ഉണ്ടായിരുന്നു. കുറേ പേര് ചെടിക്ക് വെള്ളമൊഴിക്കുന്നു. കുറച്ച് കുട്ടികൾ ബോളെറിഞ്ഞ് കളിക്കുന്നു. അനാഥാലയം എന്ന് പറയുമ്പോൾ ഒരു പള്ളിയും പിന്നെ കുറച്ച് കന്യാസ്ത്രീകളും പള്ളിയിലെ അച്ഛനും ഇതൊക്കെയാണ് രണ്ടുപേരും മനസ്സിൽ കണ്ടത്. ഇവിടെ ഒരിടത്ത് പോലും കന്യാസ്ത്രീയെ കണ്ടില്ല. കുറച്ചു പേർ വായനയുടെ ലോകത്ത് കുഞ്ഞുകുട്ടികൾ ഊഞ്ഞാലാടുന്നു. അലീന സിസ്റ്റർ, വിനു അവിടെ കണ്ട കുറച്ച് പ്രായമുള്ള പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീയോട് ചോദിച്ചു. ഞാനാണ്, പറഞ്ഞോളൂ. വിനു ആ സ്ത്രീയെ ഒന്ന് നോക്കി. സാധാരണ വേഷധാരണം. കന്യാസ്ത്രീകൾ ഇടുമ്പോലത്തെ വസ്ത്രമൊന്നുമല്ല. കണ്ടാൽ അവിടുത്തെ ഒരു അന്തേവാസി എന്നേ തോന്നൂ. അല്ല, നിങ്ങൾ കാര്യം പറഞ്ഞില്ല. എവിടുന്നാണ്? ഞാൻ വിനോദ്, ഇത് വിഷ്ണു. ഞാൻ സുധാമ പറഞ്ഞിട്ട് വരുവാണ്. സുധയോ? അതേ, വൈശാഖിൻ്റെ അമ്മ. ഓ, ബാമമോളുടെ. ആ, വരൂ, അകത്തേക്കിരിക്കാം. അയ്യോ, അത് വേണ്ട സിസ്റ്റർ, നമുക്കിവിടെ ഇരുന്ന് സംസാരിക്കാം. ശരി, ഇനി കാര്യം പറയൂ. ബാമമോളും സുധയും സുഖമായിരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ സുധയുടെ ആരായിട്ട് വരും? ഞാനാണ് ബാമയെ വിവാഹം കഴിച്ചത്. മനസ്സിലായില്ല. ബാമമോളുടെ കല്യാണം കഴിഞ്ഞു. വൈശാഖ മരിച്ച കാര്യം അറിഞ്ഞു. പക്ഷേ കല്യാണം കഴിഞ്ഞ കാര്യം അറിഞ്ഞില്ലല്ലോ. 1 മാസമായി കല്യാണം കഴിഞ്ഞിട്ട്. ആണോ? സന്തോഷമായി. അവൾക്കൊരു ജീവിതം കിട്ടിയല്ലോ. എൻ്റെ കുട്ടി ഒറ്റപ്പെട്ട് കഴിയുമായിരുന്നു. മോള് സുഖമായിട്ടിരിക്കുന്നു. അത് സിസ്റ്റർ. എന്താ, എന്തു പറ്റി? പെട്ടെന്ന് നിങ്ങളുടെ മുഖം മാറിയല്ലോ. മോൾക്ക് എന്തു പറ്റി? വിനു കാര്യങ്ങളെല്ലാം ചുരുക്കി പറഞ്ഞു. സിസ്റ്റർ, എനിക്ക് അവളുടെ മുൻപത്തെ, അതായത് കുട്ടിക്കാലത്തെ കാര്യങ്ങൾ അറിയണം. പിന്നെ ഇവിടെ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളും എല്ലാം അറിഞ്ഞാലേ ഇനി അവളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. പറയാം. ബാമ ഇപ്പോൾ ഹോസ്പിറ്റൽ തന്നെയാണോ? അതെ. ബാമയെ ഇവിടെ കിട്ടുന്നത് 7 വയസ്സുള്ളപ്പോഴാണ്. ഞാനും സുജയും ഒരുമിച്ചാണ് പഠിച്ചത്. അവൾക്ക് കുട്ടികളെ പഠിപ്പിക്കുന്നതിനോടും എനിക്കിങ്ങനെ എല്ലാവരെയും സംരക്ഷിച്ച് നിൽക്കുന്നതിനോടുമായിരുന്നു താല്പര്യം. ഞങ്ങൾ 2 വഴി തിരഞ്ഞെടുത്തു. ബാമയുടെ അച്ഛനൊരു മുഴുകുഴിയനായിരുന്നു. അവളുടെ അമ്മ വീട്ടുജോലി പോയി കിട്ടുന്ന പൈസ മുഴുവൻ അടിയുണ്ടാക്കി വാങ്ങിക്കൊണ്ടുപോയി കുടിക്കുമായിരുന്നു. ഒരിക്കൽ പൈസയുടെ കാര്യം പറഞ്ഞു വഴക്കായി. അവളുടെ അമ്മയെ അയാൾ മുറിയിൽ പൂട്ടിയിട്ട് മണ്ണെണ്ണൊഴിച്ച് തീയിട്ടു. അവളുടെ അച്ഛനെ പോലീസ് കൊണ്ടുപോയി. ബാമയെ സുജയും കൊണ്ടുപോയി. കല്യാണം കഴിഞ്ഞ് 5 വർഷമായിട്ടും സുജയ്ക്ക് മക്കളുണ്ടായില്ല. അമ്മായിയുടെ കുത്തുവാക്കുകൾ സഹിക്കവയ്യാതെയാണ് സുജ ട്രാൻസ്ഫർ വാങ്ങി ഭർത്താവിൻ്റെ നാട്ടിൽ നിന്ന് മാറി ഇവിടെ വന്ന് താമസിച്ചത്. അവളുടെ ഭർത്താവ് ഗൾഫിലായിരുന്നു. ബാമയുടെ കാര്യം അവൾ നേരത്തെ തന്നെ അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിനക്കും ഒരു കൂട്ടായല്ലോ എന്നാണ് അയാൾ അന്ന് പറഞ്ഞത്. അയാൾ നാട്ടിൽ വന്നൊരു സമയം കൂടെ അയാളുടെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. ബാമയോട് നല്ല സ്നേഹത്തിലൊക്കെയാണ് അവർ പെരുമാറിയത്, ഒരച്ഛൻ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് പോലെ. ബാമയ്ക്ക് പനിയായത് കാരണം അവളെ വീട്ടിലാക്കി സുജ ലീവിൻ്റെ ആവശ്യത്തിന് വേണ്ടി സ്കൂൾ വരെ പോയി. തിരികെ വീട്ടിലെത്തിയപ്പോൾ പുറത്തെ വാതിൽ തുറന്ന് കിടക്കുന്നത് കണ്ട് സുജ അകത്തു കയറി. ഹാളിലെത്തിയപ്പോൾ ബാമയുടെ കരച്ചിൽ കേട്ട് അവൾ മുകളിലേക്ക് കയറി. റൂം തുറന്ന ബാമ ആ കാഴ്ച കണ്ട് നടുങ്ങിപ്പോയി. വിവസ്ത്രയിൽ നിൽക്കുന്ന ഭർത്താവും കൂട്ടുകാരനും ബാമയെ കട്ടിലിൽ കെട്ടിയിട്ടിരിക്കുന്നു. കൂട്ടുകാരൻ ആ കുഞ്ഞു ശരീരത്തിൽ കാണിക്കുന്ന നികൃഷ്ടമായ പ്രവൃത്തികൾ മൊബൈൽ ഫോണിൽ പകർത്തുന്ന ഭർത്താവ്. എന്നെ ഒന്നും ചെയ്യല്ലേ സുജ ടീച്ചറെ, എന്നെ രക്ഷിക്ക്. അമ്മേ, ഒന്ന് വാ. ബാമയുടെ കരച്ചിൽ കേട്ട് അവൾക്ക് ശരീരം തളരുന്നത് പോലെ തോന്നി. അവൾ മനസ്സിൽ ധൈര്യം പകർന്ന് അടുക്കള ലക്ഷ്യമാക്കി പാഞ്ഞു. കയ്യിൽ കിട്ടിയ വെട്ടുകത്തിയുമായി മുകളിലേക്ക് പോയി. അവളുടെ അലറിവിളി കേട്ട് അവർ തിരിഞ്ഞു നോക്കി. ആ വാക്കത്തി കൊണ്ട് അവൾ ഭർത്താവിനെ ആഞ്ഞുവെട്ടി. ഇത് കണ്ട അയാളുടെ കൂട്ടുകാരൻ ഇറങ്ങി ഓടി. അവളുടെ കല്ല് തീരുന്നത് വരെ അവൾ അയാളെ തലങ്ങും വിലങ്ങും വെട്ടിക്കൊണ്ടിരുന്നു. അവളുടെ കലി അടങ്ങിയതും അവൾ ഒരു നിമിഷം കുറ്റബോധത്താൽ ആ കുഞ്ഞു മുഖത്തേക്കൊന്ന് നോക്കി. ബോധം മറഞ്ഞു കിടക്കുന്ന ബാമയെ വാരിയെടുത്ത് നേരെ ആശുപത്രിയിലേക്ക് പാഞ്ഞു. ആശുപത്രിയിലെത്തിയതിനു ശേഷം അവിടുത്തെ ഫോണിൽ അവൾ എന്നെ വിളിച്ച് അങ്ങോട്ട് ചെല്ലണമെന്ന് ആവശ്യപ്പെട്ടു. ഞാനെത്തിയപ്പോൾ പോലീസും അവിടെ എത്തിയിരുന്നു. ബാമയെ എന്നെ ഏൽപ്പിച്ച് നടന്നതെല്ലാം എന്നോടും പോലീസിനോടും ഏറ്റുപറഞ്ഞ് അവർക്ക് മുന്നിൽ അവൾ കീഴടങ്ങി. കുറച്ച് നാൾ ബാമ ഹോസ്പിറ്റൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് അവളെ കൊണ്ടുവന്നത് ഇങ്ങോട്ടാണ്. ഇവിടെ വന്നപ്പോൾ ആരോടൊന്നും മിണ്ടുകയോ നടക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരെയും കാണുമ്പോൾ ബഹളം വയ്ക്കും. ആദ്യം കരുതി പരിചയക്കുറവ് കൊണ്ടാകുമെന്ന്. നാളുകൾ കഴിയും തോറും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഇടയ്ക്കിവിടുത്തെ ആൾക്കാരെ നോക്കാൻ ഒരു ഡോക്ടർ വരുമായിരുന്നു. ഞാൻ അവളെ ആ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ അവളെ പരിശോധിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു, ഈ പ്രായത്തിൽ തന്നെ അവൾക്ക് നേരിടേണ്ടി വന്ന 2 കാരണങ്ങൾ.
അവളുടെ അമ്മയുടെ മരണവും പിന്നെ അയാളുടെ ഉപദ്രവവും, അത് രണ്ടും അവളുടെ കുഞ്ഞു മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടെന്ന്. വീണ്ടും അവൾക്ക് ആരെങ്കിലും ഉപദ്രവിക്കുമോ എന്ന് പേടി. ഇവിടെ എല്ലാവരോടും കൂടെ ഇടപഴകുമ്പോൾ നല്ല മാറ്റമുണ്ടാകുമെന്നും പറഞ്ഞു. ഏകദേശം 1 വർഷമെടുത്തു കുറച്ച് മാറ്റം വരാൻ. ഇടക്കുറക്കത്തിൽ അലറി വിളിക്കും. പോകെ പോകെ നല്ല മാറ്റം കണ്ടു തുടങ്ങി. ഇവിടുത്തെ ആൾക്കാരുമായി അവൾ നല്ല പൊരുത്തപ്പെട്ടു. ഞാൻ അവൾക്ക് അമ്മയായി. ഇവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ ടീച്ചർമാർ വരും. അവളും പഠിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു സ്കൂളിൽ +1 ചേർത്തു. അത് കഴിഞ്ഞ് അവൾക്ക് കുട്ടികളെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു. പിന്നെ അവളെ TTCക്ക് വിട്ടു. അത് കഴിഞ്ഞ് ഇവിടുത്തെ കുട്ടികളെ തന്നെ പഠിപ്പിച്ചു തുടങ്ങി. അങ്ങനെയാണ് വൈശാഖമോനെ പരിചയപ്പെടുന്നത്. അവൻ നേരിട്ട് എന്നോട് ചോദിച്ചു അവളെ കെട്ടിച്ചു തരുമോ എന്ന്. പിന്നെ സുധയെ നേരത്തെ തന്നെ എനിക്കറിയാമായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അവനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അവളെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. അവനെ ദൈവം വിളിച്ചു. ഭാമ വീണ്ടും തനിച്ചായി. അവൻ മരിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് വിളിച്ചതാ അവളെ. സുധയെ തനിച്ചാക്കി വരില്ലെന്ന് പറഞ്ഞു. ഇപ്പം 3 വർഷമായി ഞാൻ എൻ്റെ മോളെ കണ്ടിട്ട്. അന്ന് അവളെ ഡോക്ടറെ കാണിച്ചെന്തെങ്കിലും പേപ്പറോ മറ്റോ? ഉണ്ട്, അന്ന് ചികിത്സിച്ച എല്ലാ റിപ്പോർട്ടും ഇവിടെയുണ്ട്. പിന്നെ ഞാൻ എല്ലാവരുടെയും റിപ്പോർട്ട് വാങ്ങിവെക്കും. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ. വരൂ, ഓഫീസിലേക്ക് പോകാം. അവർ ഓഫീസിലേക്ക് പോയി. ഭാമയുടെ റിപ്പോർട്ടെല്ലാം എടുത്ത് വിനുവിൻ്റെ കയ്യിൽ കൊടുത്തു. മോളിപ്പോഴും ഹോസ്പിറ്റൽ തന്നെയാണോ? അതെ സിസ്റ്റർ, വിനു മറുപടി നൽകി. എനിക്ക് മോളെ കാണണമെന്നുണ്ട്. ഞാനും നിങ്ങളുടെ കൂടെ വരുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല സിസ്റ്റർ, വിനു പറഞ്ഞു. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഞാൻ ബാക്കിയുള്ളവരോട് പറഞ്ഞിട്ട് വരാം. ശരി സിസ്റ്റർ. സിസ്റ്റർ പോയതും അവർ പുറത്തേക്കിറങ്ങി. എടാ അളിയ, ഞാനേ ഇവിടെങ്ങാനും വന്ന് നിൽക്കാൻ പോകുക. അതെന്താ? ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ അടിപൊളിയാണ്. ജോലിക്ക് പോവണ്ട, വീട്ടുകാരും നോക്കണ്ട, എന്ത് സുഖം. നിന്നിവിടെ കയറ്റാൻ ഇവർക്ക് വട്ടല്ലേ? ഇവിടെയുള്ളവർ ആരോരുമില്ലാത്തവരാണ്, അല്ലാതെ നിന്നെ പോലെ എല്ലാവരും ഉള്ളവരല്ല. ഓ ആയിക്കോട്ടെ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ അളിയ. നീ കൂടുതൽ തമാശിക്കണ്ട. അങ്ങോട്ട് പോകുമ്പോൾ മര്യാദക്ക് കാർ ഓടിച്ചോണം, ഇങ്ങോട്ട് സുഖിച്ചിരുന്നതല്ലേ. ഓ അടിയൻ ഓടിച്ചോളാമേ. അപ്പോഴേക്കും സിസ്റ്റർ വന്നു. അവർ കാറിൽ കയറി യാത്ര തുടർന്നു. തിരികെ പോകും വഴി വിനു സൈലൻ്റ് ആയിരുന്നു. ഇനി അങ്ങോട്ട് എന്താകുമെന്നൊരു പേടിയുണ്ടായിരുന്നു. അവൻ കണ്ണടച്ച് സീറ്റിലേക്ക് ചാരി. കണ്ണടച്ച് ദേവിയെ തൊഴുന്ന ഭാമയുടെ മുഖം മനസ്സിലേക്ക് ഓടി വന്നു. കുളത്തിൽ വീണപ്പോൾ രക്ഷിച്ച് നെഞ്ചോടി ചേർത്തതും മുന്നിലൂടെ മിന്നിമാഞ്ഞു. പെട്ടെന്ന് അലറിക്കരയുന്ന ഭാമയുടെ ശബ്ദം അവനെ ചിന്തകളിൽ നിന്നുണർത്തി. വിനു നന്നായിട്ട് വിയർത്തിരുന്നു. എന്താടാ, എന്തുപറ്റി? വിനുവിൻ്റെ പരവേശം കണ്ട് വിഷ്ണു ചോദിച്ചു. ഏയ് ഒന്നുമില്ലടാ, പെട്ടെന്ന് ഓരോന്ന് മനസ്സിലേക്ക് വന്നു. ഒന്നും ആലോചിക്കണ്ട, ശാന്തമായി കിടക്കുമോനെ, അവൾക്കൊന്നും വരില്ല, സിസ്റ്റർ അവനെ സമാധാനപ്പെടുത്തി. എന്താണെന്നറിയില്ല, മനസ്സിലൊരു ഭയം വന്ന് നിറയുന്നത് പോലെ. കണ്ണടയ്ക്കും എന്നെ കാണുമ്പോൾ അലറിക്കരയുന്ന ഭാമയാണ് ഓർമ്മ വരുന്നത്. എന്നെ തിരിച്ചറിയുന്നത് പോലുമില്ല. ഒന്നും വരില്ല മോനെ, അവൾ നേരെയാകും. നിന്നെ പോലൊരു ഭർത്താവ് കൂടെയുള്ളപ്പോൾ അവൾ തിരിച്ചു വരിക തന്നെ ചെയ്യും. സുധാമയെ പോലും അവൾ അടുപ്പിക്കുന്നില്ല, അതാ എനിക്ക് പേടി. അവിടെ ചെല്ലട്ടെ, നമുക്ക് നോക്കാം. പിന്നെ അങ്ങോട്ട് എല്ലാവരും നിശബ്ദരായിരുന്നു. കാറ് മുന്നോട്ട് ഓടിക്കൊണ്ടിരുന്നു. 2-3 മണിക്കൂറത്തെ ഓട്ടത്തിനൊടുവിൽ വലിയൊരു ഹോസ്പിറ്റലിന് മുന്നിൽ കാറ് വന്ന് നിന്നു. കാറ് പാർക്ക് ചെയ്ത് 3 പേരും ഇറങ്ങി. വിനുവിൻ്റെ നെഞ്ചിടിപ്പ് കൂടി. എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നാരോ ഇരുന്ന് പറയുന്നത് പോലെ. അവൻ സിസ്റ്ററിനെയും കൊണ്ട് ഡോക്ടറിൻ്റെ റൂമിലേക്ക് പോയി. ഡോക്ടറെ കണ്ട് റിപ്പോർട്ടെല്ലാം കൊടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഭാമയുടെ റൂമിലേക്ക് പോയി. ആദ്യം വിനു പോയി ഭാമയെ ഒന്ന് കാണ്, അതിനുശേഷം സിസ്റ്റർ കയറി കണ്ടാൽ മതി, ഡോക്ടർ നിർദ്ദേശിച്ചു. വിനു റൂമിനകത്തേക്ക് കയറി. അവനെ കണ്ടതും ഭാമ പേടിച്ച് കണ്ണുപൊത്തി. ഭാമേ, വിനു അവളെ വിളിച്ചു. വേണ്ട, എൻ്റെ അടുത്തേക്ക് വരണ്ട, എനിക്ക് പേടിയാ, പോ. വിനു പുറത്തേക്കിറങ്ങി. എന്തായി? പുറത്തു നിന്നവർ ആകാംക്ഷയോട് ചോദിച്ചു. വിനു എല്ലാവരെയും ഒന്ന് നോക്കി, എന്നിട്ടൊന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു. അലീന സിസ്റ്റർ അകത്തേക്ക് കയറി. ബെഡിൽ കമിഴ്ന്നിരിക്കുവായിരുന്നു ഭാമ. അവർ അവൾക്കടുത്തേക്ക് ചെന്നു. അടുത്തിരുന്നു. ഭാമ ഒന്ന് തല ഉയർത്തി നോക്കി. അടുത്തിരിക്കുന്ന ആളെ സസൂക്ഷ്മം വീക്ഷിച്ചു. മോളെ. ആ വിളി മുൻപെന്നോ കേട്ടതുപോലെ അവൾക്ക് തോന്നി. അവളുടെ ഉള്ളിൽ എവിടെയോ തട്ടി. മോളെ, ഇത് ഞാനാ, നിനക്കെന്നെ മനസ്സിലായില്ലേ? അമ്മേ. അവളൊരു പൊട്ടിക്കരച്ചിലോട് അവരെ കെട്ടിപ്പിടിച്ചു. അവളെ ഏങ്ങി കരഞ്ഞു. മോളെ, നിനക്കെന്താ പറ്റിയേ കുഞ്ഞേ? എനിക്ക് പേടിയാ അമ്മേ, എന്നെ ഒന്നും ചെയ്യില്ലെന്ന് പറയണേ.
അമ്മ ഒരിടത്തും പോവല്ലേ, എൻ്റെ അടുത്ത് തന്നെ ഇരിക്കണേ. ഇല്ല മോളെ, നിന്നെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. ഞാൻ എൻ്റെ മോളുടെ അടുത്ത് തന്നെ കാണും. അമ്മ ഒന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം. വേണ്ട, അമ്മ പോകണ്ട. ഇല്ല, ഞാൻ പോകുന്നില്ല. എൻ്റെ മോളിപ്പോൾ ഉറങ്ങിക്കോ. ഞാൻ ഉറങ്ങിയ എന്നെ ഇട്ടിട്ട് പോകുമോ? ഇല്ല, ഞാൻ പോകില്ല മോളെ. ബാമ അലീന സിസ്റ്ററിൻ്റെ മടിയിലേക്ക് കിടന്നു. അവർ അവളുടെ മുടിയിൽ തലോടി. പതിയെ അവളുടെ കണ്ണുകൾ അടഞ്ഞു. അവൾ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അവർ അവളെ ബെഡിലേക്ക് കിടത്തി. അതിനുശേഷം അവർ പുറത്തിറങ്ങി. അവരെ കാത്തെല്ലാവരും പുറത്തുണ്ടായിരുന്നു. അലീനെ, സുധ അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നീ എന്തിനിങ്ങനെ കരയുന്നേ? മോൾക്കൊന്നുമില്ല. ഇപ്പം ഞാനൊന്ന് ഡോക്ടറെ കാണട്ടെ. അതിനുശേഷം എനിക്ക് വിനുവിൻ്റെ വീട്ടുകാരുമായി ഒന്ന് സംസാരിക്കണം. അവർ ഡോക്ടറിൻ്റെ റൂമിലേക്ക് പോയി. വരണം സിസ്റ്റർ, എന്തായി? എന്നെ കെട്ടിപ്പിടിച്ച് കുറേ കരഞ്ഞു. സിസ്റ്റർ കുറച്ച് ദിവസം ബാമയുടെ കൂടെ നിൽക്കുവാണെങ്കിൽ അവൾ ഓക്കെ ആകും. അതിന് ഞാൻ ഇവിടെ തന്നെ നിൽക്കണമെന്നുണ്ടോ ഡോക്ടർ? ഞാൻ എൻ്റെ മോളെ കൊണ്ടുപോയിക്കോട്ടെ സ്നേഹതീരത്തേക്ക്? അതൊക്കെ എല്ലാവരും കൂടെ തീരുമാനിച്ചാൽ മതി. പിന്നെ ബാമയ്ക്കിപ്പോൾ സിസ്റ്ററിൻ്റെ സാമീപ്യമായിരിക്കും വേണ്ടത്. അതുകൊണ്ട് സിസ്റ്റർ ഒന്ന് വിനുവുമായി സംസാരിച്ചിട്ടൊരു തീരുമാനമെടുക്കാം. ഓക്കെ ഡോക്ടർ. അവർ വിനുവിൻ്റെ അടുത്തേക്ക് നടന്നു. വിനു, എന്താ സിസ്റ്റർ? എല്ലാവരും ചോദ്യഭാവത്തോടെ അവരെ നോക്കി. ഇതൊക്കെ ആരാ? ഇതെൻ്റെ അച്ഛൻ അശോകൻ, ഇതമ്മ ജയ. ഞാൻ നിങ്ങളോട് 3 പേരോടായി ഒരു കാര്യം ചോദിക്കുക. ഇതിന് നിങ്ങളുടെ സമ്മതമാണ് വേണ്ടത്. സിസ്റ്റർ എന്തായാലും ചോദിച്ചോളൂ, അശോകൻ പറഞ്ഞു. അത് മോളെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ സ്നേഹതീരത്തേക്ക്. കുറച്ച് ദിവസം അവൾ എൻ്റെ കൂടെ നിൽക്കട്ടെ. ഓക്കെ ആകുമ്പോൾ ഞാൻ അറിയിക്കാം. അപ്പം നിങ്ങൾക്ക് വന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ. അതിന് മറുപടി പറയേണ്ടത് ഞങ്ങളല്ല സിസ്റ്ററെ, അവനാ. അവനോട് ചോദിച്ച് നിങ്ങൾക്ക് എന്ത് വേണേ ചെയ്യാം, ജയ അവരോട് പറഞ്ഞു. സിസ്റ്റർ വിനുവിനടുത്തേക്ക് ചെന്നു. അവൻ്റെ 2 കൈ അവർ പിടിച്ചു. മോൻ സമ്മതിക്കണം. ഞാൻ അവളെ പഴയ ബാമയാക്കി തന്നെ തിരിച്ചു തരാം. ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. അവിടെ ചെന്നാൽ കുറച്ച് മാറ്റം വന്നാലോ? ഞാനെന്ത് പറയാനാ? അവൻ്റെ ശബ്ദമൊന്നിടറി. കൊണ്ടുപോയിക്കോ. അവൻ അത്രയും പറഞ്ഞ് തിടുക്കപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൻ പോകുന്നത് നോക്കി സിസ്റ്റർ കുറച്ചു നേരം നിന്നു. മോന് സങ്കടമായി കാണും, സുധ ആരോടൊന്നില്ലാതെ പറഞ്ഞു. ഇന്നത്തെ സങ്കടം നാളെ ചിലപ്പോൾ സന്തോഷത്തിലേക്ക് വഴിതെളിയിക്കും സുധയെ. അവർ ബാമയ്ക്കടുത്തേക്ക് പോയി. മോളെ, അവർ ബാമയെ തൊട്ട് വിളിച്ചു. ബാമ കണ്ണു തുറന്ന് അവരെ നോക്കി. മോളെ, ഞാൻ സ്നേഹതീരത്തേക്ക് പോകുക. മോളെൻ്റെ കൂടെ വരുന്നു. ഞാനും വരുന്നു അമ്മയുടെ കൂടെ. അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ട് വന്നു. ഡോക്ടർ, ഞാൻ എല്ലാവരുടെയും സമ്മതം വാങ്ങിയിട്ടുണ്ട്. ഇന്ന് തന്നെ മോളെ ഞാൻ കൊണ്ടുപോകുക. എന്നങ്ങനെ ആയിക്കോട്ടെ. പെട്ടെന്ന് തന്നെ ബാമയെ ഡിസ്ചാർജ് ചെയ്ത് അവർ ഇറങ്ങി. പുറത്ത് വിനു കാറുമായി കാത്തുനിന്നു. സിസ്റ്റർ എല്ലാവരോടും യാത്ര പറഞ്ഞ് ബാമയെയും കൊണ്ട് കാറിനടുത്തേക്ക് ചെന്നു. വിനുവിനെ കണ്ട ബാമ സിസ്റ്ററിൻ്റെ പിറകിലേക്ക് ഒളിച്ചു. അവർ ബാമയെ കാറിനകത്തേക്ക് കയറ്റി. വിനു സ്നേഹതീരം ലക്ഷ്യമാക്കി പാഞ്ഞു. ബാമയെയും അലീന സിസ്റ്ററിനെയും അവൻ സ്നേഹതീരത്ത് കൊണ്ടെത്തിച്ച് തിരികെ പോന്നു. അവൻ തിരക്കൊഴിഞ്ഞൊരു സ്ഥലത്തായി കാർ ഒതുക്കി കണ്ണടച്ച് സീറ്റിലേക്ക് ചാരി. മനസ്സിൽ വല്ലാത്ത ഭാരം തോന്നി അവന്. ഈ ഹൃദയമൊന്ന് നിലച്ചിരുന്നുവെങ്കിൽ എന്ന് അവൻ വല്ലാതെ ആശിച്ചുപോയി. അവളെ ഒന്ന് ഞാൻ സ്നേഹിച്ചു തുടങ്ങുമായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും തട്ടിപ്പറിച്ചെടുത്തല്ലോ ഈശ്വര. എനിക്ക് മാത്രം എന്തിനീ വിധി തന്നു? ഒരിക്കൽ ഇതുപോലെ ഒരാളെ മനസ്സിൽ സൂക്ഷിച്ചു, അതും നീ തന്നെ തട്ടിക്കളഞ്ഞു. ഇപ്പോൾ വീണ്ടും വയ്യ, ഇനിയൊന്നും താങ്ങാൻ വയ്യ എൻ്റെ ഭഗവാനെ. അവൻ കുറേ നേരം മനസ്സൊന്ന് തണുക്കുന്നത് വരെ കരഞ്ഞു. ഒരല്പം മനസ്സിന് ആശ്വാസം കിട്ടിയതും അവൻ ഫോണെടുത്ത് അച്ഛനെ വിളിച്ചു. വിനുവിൻ്റെ കോള് കണ്ടതും അശോകൻ ഫോണെടുത്തു. ആ മോനെ, നീ അവിടെ നിന്ന് ഇറങ്ങിയോ? തിരികെ അവൻ പറയുന്ന മറുപടിക്കായി എല്ലാവരും കാതോർത്തു. അയാൾ ഫോൺ വെച്ച് ജയയെയും സുധയെയും നോക്കി. അവൻ വീട്ടിലേക്ക് പോകുവാണെന്ന് നമ്മളോട് അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞത്. കൂടെ സുധയെയും കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പാവം എൻ്റെ മോൻ, അവന് വീണ്ടും ഈ ഗതി തന്നെ വന്നല്ലോ എൻ്റെ ഭഗവാനെ. ജയ ആരോടൊന്നില്ലാതെ പറഞ്ഞു. അത് സുധയുടെ നെഞ്ചിൽ തറച്ചു. ജയെ, ഇങ്ങനെയൊക്കെ വരുമെന്ന് നമ്മൾക്ക് ആർക്കെങ്കിലും കരുതിയതാണോ? ഈശ്വരൻ വിധിക്കുന്നു, നടപ്പിലാക്കുന്നു, അത്ര തന്നെ. പിന്നെ വേഗം ഇറങ്ങാൻ നോക്ക്. അവൻ്റെ ഡ്രസ്സും ബാഗും എല്ലാം എടുത്തോ. ഞാനൊരു കാറ് വിളിക്കാം. സുധയും ഇറങ്ങാൻ നോക്ക്. ഞാൻ വരുന്നില്ല അശോകേട്ടാ, നിങ്ങൾ പൊയ്ക്കോളൂ. ഞങ്ങൾ പോയ സുധ ഇവിടെ തനിച്ചല്ലേ, വേഗം ഇറങ്ങാൻ നോക്ക്. ഞാൻ വരുന്നില്ല. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ മോളുടെ അടുത്തേക്ക് പോകും. നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. അത്രയും പറഞ്ഞ് സുധ അകത്തേക്ക് കയറിപ്പോയി. നീ എന്തിനാ ജയ് ഓരോന്ന് പറഞ്ഞ് സുധയെ കൂടെ നോവിക്കുന്നത്? ഞാൻ കാര്യമല്ലേ ചേട്ടാ പറഞ്ഞത്. ഇങ്ങനൊരു കാര്യം എന്തിനാ നമ്മളോട് മറച്ചു വെച്ചത്? എൻ്റെ പൊന്നു ജയ്, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? ബാക്കിയൊക്കെ വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. അവർ പെട്ടെന്ന് തന്നെ യാത്ര പറഞ്ഞിറങ്ങി.
എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു വിധി വന്നല്ലോ ഭഗവാനെ. അവൾക്കൊരു ജീവിതം കിട്ടിയപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. അതുകൊണ്ടാണോ ഇങ്ങനെയൊരു വിധി തന്നത്? സുധ ആരോടൊന്നില്ലാതെ പരിഭവം പറഞ്ഞു. വിനു വീട്ടിലെത്തി ഒന്ന് ഫ്രഷായതിനു ശേഷം അവൻ ബെഡിലേക്ക് കിടന്നു. എന്തൊക്കെയോ ആലോചനയ്ക്കൊടുവിൽ അവൻ ഉറക്കത്തിലേക്ക് പോയി. അഗാധമായ ഉറക്കത്തിൽ വൈശാഖ് അവൻ്റെ അടുത്തേക്ക് വന്നു. ഡാ വിനു, നീ ഉറങ്ങുവാണോ? വിനു ഒന്ന് ചുറ്റും നോക്കി. ആ, നീയായിരുന്നോ? ഡാ, ഇപ്പം നമ്മൾ തുല്യ ദുഃഖിതരാണല്ലോ. ഡാ, നീ അവളെ ഉപേക്ഷിച്ചോ? അവളൊരു പാവാടാ. പിന്നെ നിന്നെ ഉൾക്കൊണ്ടുവരുമ്പോൾ എല്ലാം മാറും. അതുവരെ നീ കാത്തിരിക്കില്ലേ? അതോ ഇനി നിനക്ക് വേണ്ടെന്നാണോ? നാളെ നിൻ്റെ അച്ഛനും അമ്മയും അവളെ ഉപേക്ഷിക്കാൻ പറഞ്ഞ നീ എന്തു ചെയ്യും? പറയടാ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്കൊന്നും അറിയില്ലടാ. എനിക്കറിയാം വിനു, നിൻ്റെ ഈ മനസ്സ് നിറയെ ഇപ്പോൾ ഭാമയാണെന്ന്. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കല്ലേ നീ. ഞാനിപ്പോൾ പോകുവാ, നീ കുറച്ചു നേരം കൂടെ ഉറങ്ങിക്കോ. വിനു ഉറക്കത്തിൽ നിന്നും ഞെട്ടിയണീറ്റു. അവൻ നന്നായി വിയർക്കുന്നുണ്ടായിരുന്നു. അവൻ ചുറ്റുമൊന്ന് നോക്കി. ഇരുട്ട് കിടക്കുന്നു. അവൻ എണീറ്റ് ലൈറ്റിട്ടു. അപ്പം ഞാൻ സ്വപ്നമാണോ കണ്ടത്? ഏയ്, അവൻ എൻ്റെ അടുത്ത് വന്നതാണല്ലോ. പിന്നെ ഇപ്പോൾ എങ്ങോട്ട് പോയി? വിനു തലയ്ക്ക് കൈ കൊടുത്ത് കുനിഞ്ഞിരുന്നു. അവന് വല്ലാത്ത തലവേദന തോന്നി. അവൻ എണീറ്റ് ജനലിനടുത്തേക്ക് ചെന്നു. ജനൽ തുറന്നപ്പോൾ പുറത്ത് നല്ല ഇരുട്ട്. അവൻ വാച്ചിലേക്ക് നോക്കി. 10:45. ഞാൻ ഇത്രയും സമയം ഉറങ്ങിയോ? 3 മണിക്ക് കിടന്നതാണ്. അവൻ താഴേക്കിറങ്ങി. ബാമേ, ഒരു ചായ. അവൻ അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് അവന് ഓർമ്മ വന്നത്, ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്ന്. അവൻ്റെ ഉള്ളമൊന്ന് തേങ്ങി. അവൻ അടുക്കളയിലേക്ക് പോയൊരു ചായ ഇട്ട് അതുമായി ഹാളിലേക്ക് വന്നു. ഹാളിലെ സെറ്റിയിലിരുന്ന് ചായ കുടിച്ചു. അതിനുശേഷം അവൻ മുകളിലേക്ക് പോയി. അവൻ എന്തെന്നില്ലാത്ത ഒറ്റപ്പെടൽ തോന്നി. അവൻ വീണ്ടും ബെഡിലേക്ക് കിടന്നു. പിന്നെ അവന് ഉറക്കം വന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞതും ജയയും അശോകനും വന്നു. ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് അവൻ ചെന്ന് കതക് തുറന്നു കൊടുത്തു. ആരും പരസ്പരം ഒന്നും മിണ്ടിയില്ല. മോൻ പോയി കിടന്നു, നമുക്ക് നാളെ സംസാരിക്കാം. ഞങ്ങൾക്കും നല്ല ക്ഷീണമുണ്ട്, ഒന്ന് കിടക്കട്ടെ. അവൻ്റെ അച്ഛൻ അത്രയും പറഞ്ഞ റൂമിലേക്ക് പോയി. വിനുവിനെ ഒന്ന് നോക്കിയ ശേഷം ജയയും അയാളുടെ പുറകെ പോയി. വിനു മുകളിലേക്കും. വിനു രാവിലെ സ്കൂളിൽ പോകാൻ ഒരുങ്ങിയിറങ്ങി. താഴെ ചെന്നപ്പോൾ ഹാളിൽ ആരെയും കാണാത്തത് അവൻ പുറത്തേക്ക് പോകാനൊരുങ്ങി. മോനെ, ഒന്ന് നിന്നേ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വിനു പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. എന്താ അമ്മേ? നീ ഇപ്പം എങ്ങോട്ട് പോകുവാ? ഞാൻ എവിടെ പോകുന്നതെന്ന് അമ്മയ്ക്കറിയില്ലേ? ഇനി അത് ഞാൻ പ്രത്യേകം പറഞ്ഞു തരണോ? വിനുവിന് പെട്ടെന്ന് എന്തോ ദേഷ്യം വന്നു. ജയ വിനുവിൻ്റെ അടുത്തേക്ക് ചെന്നു. മോനെ, നിന്റെ ദേഷ്യം എനിക്ക് മനസ്സിലാവും. ഞാനാണല്ലോ ഇതിന് കാരണക്കാരി. നിന്നെ കൊണ്ട് നിർബന്ധിച്ച് ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചതും ഞാനല്ലേ? എന്താ ജയേ? അശോകേട്ടൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നു. ഞാനാണല്ലോ ഏട്ടാ എൻ്റെ മോൻ്റെ സങ്കടത്തിന് കാരണമെന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം പോലെ. അതിനിപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേ? ആ കുട്ടിക്ക് സുഖമില്ലാതെയായി, അത് ഹോസ്പിറ്റലിലുമായി, അതാണോ? അല്ലാതെ നിൻ്റെ ആങ്ങളയുടെ മോള് ചെയ്തതുപോലെ വേറൊരുത്തൻ്റെ കൂടെ പോയതല്ലല്ലോ. അതിന് കുറവാകുമ്പോൾ അതിങ്ങോട്ട് തന്നെ വരും. അല്ലാതെ ഒരാൾക്ക് അസുഖം വരുമ്പോൾ നമുക്ക് കളയാൻ പറ്റുമോ? അതിന് വല്ലവനും പിഴപ്പിച്ചു. പോരാത്തതിന് വട്ടാണെന്ന് മറിഞ്ഞു വെച്ചിട്ടല്ലേ ഏട്ടാ നമ്മളെ പറ്റിച്ചത്. ഒന്ന് നിർത്തുന്നുണ്ടോ അമ്മേ? അവൻ ഉച്ചത്തിൽ അലറി. ജയയും അശോകനും ഒരു നിമിഷം ഞെട്ടിപ്പോയി. കാരണം വിനു ഇതുവരെ ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിച്ചിട്ടില്ല. അമ്മ എന്താ പറഞ്ഞേ? അവൾ പിഴച്ചു പോയെന്നോ? അവൾക്ക് വട്ടാണെന്നോ? അപ്പോൾ അവളെ പിഴപ്പിച്ചതും വട്ടിന് കാരണക്കാരനും ആരാണെന്ന് അറിയണ്ടേ? ഈ ഞാൻ. രണ്ടുപേരും ഞെട്ടിപ്പോയി. നീ എന്താ മോനെ പറയുന്നേ? അതേ അച്ഛ, അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനാണ്. എനിക്കിത് നിങ്ങളോട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാനിത് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ അമ്മ വീണ്ടും ഭാമയെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. കല്യാണം കഴിഞ്ഞിട്ടൊരു മാസമായെങ്കിലും ഞാനും അവളുമായിട്ടൊരു റിലേഷനും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ രണ്ടുപേർക്കും അതിന് താല്പര്യമില്ല. എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല. അമ്മ എപ്പോഴും പറയാറില്ലേ ഒരു അനന്തരാവകാശി വേണമെന്ന്. അതിനുവേണ്ടിയായിരുന്നു ഞാൻ ഭാമയെ കല്യാണം കഴിച്ചത്. കല്യാണത്തിൻ്റെ തലേന്ന് ഞാൻ അവളെ വിളിച്ച് പറഞ്ഞിരുന്നു, സമ്മതമാണെങ്കിൽ മാത്രം വിവാഹത്തിന് സമ്മതിച്ചാൽ മതിയെന്ന്. അവൾക്ക് സമ്മതമായിരുന്നു. കല്യാണം കഴിഞ്ഞ പിറ്റേന്നും ഞാൻ ചോദിച്ചു. അപ്പോഴും അവൾക്ക് സമ്മതക്കുറവില്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടറാണ്. ഞാൻ അവരുമായി എല്ലാം സംസാരിച്ചു വെച്ചിരുന്നു. 1-2 മാസം കഴിഞ്ഞെല്ലാം നോക്കാമെന്ന് അവനും പറഞ്ഞിരുന്നു. എന്നാലെല്ലാം തകിടം മറിഞ്ഞു. എൻ്റെ മനസ്സിലെവിടെയോ അവൾ സ്ഥാനം പിടിച്ചു തുടങ്ങി. അവളെ ഞാൻ സ്നേഹിച്ചു തുടങ്ങി. അവളുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിച്ചു. എപ്പോഴോ കുഞ്ഞിൻ്റെ അമ്മ മാത്രം എന്ന സ്ഥാനം മാറി. അവൾ എൻ്റെ സ്വന്തമാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു.
എല്ലാം മാറി മറിഞ്ഞത് വിഷ്ണുവിൻ്റെ വീട്ടിൽ പോയപ്പോഴാണ്. വിഷ്ണുവിൻ്റെ വീട്ടിൽ വെച്ചവരെല്ലാവരും ചേർന്ന് പറ്റിച്ചൊരു പരിപാടിയിൽ ഞങ്ങൾ വീണുപോയി. കുടിക്കാൻ തന്ന കരിക്കിൽ പ്രണയം കൂടാൻ വേണ്ടി എന്തോ ഒരു പൊടി അവന്മാർ കലക്കി തന്നു. അതറിയാതെ ഞങ്ങൾ രണ്ടുപേരും കുടിച്ചു. തിരികെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ ആദ്യം എഴുന്നേറ്റത് ഞാനായിരുന്നു. ഞെട്ടിപ്പോയി. അവളെ ഞാൻ ചതിച്ചെന്ന് പറയില്ലേ. ഞാനാകെ തകർന്നു പോയി. ഭാമ എണീറ്റതും വയലൻ്റ് ആകാൻ തുടങ്ങി. അങ്ങനെയാണ് അവളെ ഹോസ്പിറ്റൽ കൊണ്ടുപോയത്. ഇനി പറ, ഞാനല്ലേ തെറ്റ് ചെയ്തത്? കുട്ടിക്കാലത്ത് അവൾ സംഭവിച്ചത് അവൾ അറിഞ്ഞുകൊണ്ടല്ലോ. എന്നാൽ ഇപ്പോൾ സംഭവിച്ചത് കാരണക്കാരൻ ഞാനല്ലേ? ജയ തളർന്ന് കസേരയിലേക്കിരുന്നു. മോനെ, എന്നാലും നീ ചെയ്തത് തെറ്റായി പോയില്ലേ? ഒരു കുഞ്ഞിന് വേണ്ടി അവളെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞ. അപ്പം എൻ്റെ മനസ്സ് അങ്ങനെയായിരുന്നു അച്ഛാ. വിനു മുകളിലേക്ക് കയറിപ്പോയി. ജയെ, ഇനിയും നീ ആ കുട്ടിയെ കുറ്റം പറയരുത്. ഒരു പെണ്ണിൻ്റെ സമ്മതമില്ലാതെ അവളുടെ ദേഹത്തൊരു പുരുഷൻ കൈവച്ച ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും. നീയും ഒരു പെണ്ണല്ലേ, ഒന്ന് ആലോചിച്ച് നോക്ക്, അപ്പോൾ മനസ്സിലാകും. അത്രയും പറഞ്ഞ അശോകൻ തോട്ടത്തിലേക്ക് പോയി. ജയക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയായിരുന്നു. ഒരു കണക്കിന് നോക്കിയ രണ്ടുപേരും തെറ്റുകാരല്ല, അറിയാതെ സംഭവിച്ചു പോയി. അവൻ ആദ്യമേ അവളെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്ന് വരുമായിരുന്നു. സ്നേഹം ഉള്ളിനകത്തല്ല, അത് പുറത്ത് കാണിക്കുക തന്നെ ചെയ്യണം. അറിയാതെ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പറഞ്ഞുപോയ വാക്കിനെ ഓർത്ത് അവർക്ക് ലജ്ജ തോന്നി. അവളുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ലല്ലോ ഭഗവാനെ. ജയണീറ്റ് വിനുവിൻ്റെ റൂമിലേക്ക് പോയി. വിനു ബെഡിൽ കിടക്കുവായിരുന്നു. അവർ അവൻ്റെ കാലിൽ ഒന്ന് തൊട്ടു. അമ്മേ. അവൻ ഞെട്ടിയണീറ്റു. ഞാൻ പറയാൻ പാടില്ലാത്ത വാക്കുകളായി പോയി മോനെ എൻ്റെ വായിൽ നിന്ന് വീണത്. ഞാനും ഒരു പെണ്ണാണെന്നൊരു നിമിഷം മറന്നു. എൻ്റെ മകനെക്കുറിച്ച് മാത്രം ഞാൻ ഓർത്തുപോയി. നീ എന്നോട് ക്ഷമിക്കടാ. വിനു അവൻ്റെ അമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പോട്ടെ അമ്മേ, സാരമില്ല. അമ്മയുടെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതല്ലേ. അവൻ അവരുടെ കണ്ണുനീര് തുടച്ചു. അവൾ വരൂ അമ്മേ, പൂർണ്ണ സമ്മതത്തോടെ എൻ്റെ ഭാര്യയായി, അമ്മയുടെ മരുമകളായി അവൾ ഇവിടെ ഉണ്ടാകും. സത്യം? സത്യം അമ്മേ. എൻ്റെ അമ്മ പോയിപ്പോൾ എനിക്കൊരു ചായ ഇട്ട് തന്നേ. അവർ ഒന്ന് തലയാട്ടി താഴേക്ക് പോയി. വാക്ക് അത് സൂക്ഷിച്ചുപയോഗിക്കണം. അതിന് വാളിനേക്കാൾ മൂർച്ചയുണ്ട്. തെറ്റ് ചെയ്താൽ അത് മനസ്സിലാക്കി സ്വയം തിരുത്താൻ ശ്രമിക്കുക. ചെയ്ത തെറ്റ് തിരുത്തുമ്പോഴാണ് പ്രായശ്ചിത്തമാകുന്നത്.